ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് ഒരു കഞ്ഞി. അപ്പം നിങ്ങൾ വിചാരിക്കും കഞ്ഞി എന്താണ് അല്ലേ? അപ്പോൾ കഞ്ഞി നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഓട്സ് കഞ്ഞിയാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്സ് കഞ്ഞി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. വിത്തിൻ 2 minutes കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പക്ഷേ ഞാനൊക്കെ കുക്കിംഗ് പഠിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഓട്സ് കഞ്ഞി ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ പറ്റാത്ത രീതിയിൽ കളയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം അതിങ്ങനെ അതിൻ്റെ കുക്കിംഗ് എങ്ങനത്തെ ശരിയായ രീതിയിൽ അറിയാത്തത് കൊണ്ട് ഇങ്ങനെ കുഴഞ്ഞ് നമ്മുടെ സൂപ്പിനേക്കാളും പരിതാപകരമായ ഒരു അവസ്ഥയിൽ. അപ്പം കല്യാണം കഴിഞ്ഞ് ജാൻചേട്ടൻ്റെ അമ്മയാണ് എനിക്ക് ശരിയായ രീതിയിൽ ശരിയായ അളവൊക്കെ എനിക്ക് പഠിപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നെ പോലെ അറിയാത്ത കുറച്ച് പേരെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ടേസ്റ്റിനേക്കാൾ ഉപരി ഹെൽത്തിയാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഹെൽത്തി ആയ റെസിപ്പീസിന് പ്രാധാന്യം കൂടുതൽ സമയമാണ്. അപ്പം നിങ്ങൾ ഇന്നലെ എൻ്റെ സൂപ്പ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് വെജിറ്റബിൾ സൂപ്പ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളും ഹെൽത്തി ആയുള്ള റെസിപ്പീസാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് നോൺ വെജ് റെസിപ്പീസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് വെജിറ്റേറിയൻ റെസിപ്പീസാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ കുറേ റെസിപ്പീസ് നോൺ വെജ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാണ്ട് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് കഞ്ഞി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ക്യുക്കായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന വൈറ്റ് ഓട്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുമ്പായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഒരു സോസ് പാൻ, ചായയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സോസ് പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് 2 ഗ്ലാസ് വെള്ളം, നോർമൽ വെള്ളം 2 ഗ്ലാസ്. ഈ വെള്ളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായി അങ്ങ് ബോയിൽ ചെയ്യുക, തിളപ്പിക്കാം. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഇതിലോട്ട് ഓട്സ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നന്നായി തിളക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ, 2 ഗ്ലാസ് വെള്ളത്തിന് 2.5 ടേബിൾ സ്പൂണാണ് ഓട്സിൻ്റെ കണക്ക്. ഓട്സ് ഫ്രൈ ചെയ്യൊന്നും വേണ്ട, വെറുതെ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടുതലാവാൻ പാടില്ല. നിങ്ങളിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ കാണുമ്പോൾ വിചാരിക്കുക ഇത്ര കുറവ് മതിയോന്ന്. പക്ഷേ അത് മതി, അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഒരു 2 മിനിറ്റ് നമുക്കിതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക, കുക്ക് ചെയ്യുക. അതിന് ശേഷം അടച്ച് വെക്കുക. തണുപ്പുള്ള അടപ്പിലോട്ട് പാത്രം മാറ്റി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ടാവും. ഇത്രയുള്ള പരിപാടി. കുക്കറും വേണ്ട, ഒന്നും വേണ്ട. 2.5 ടേബിൾ സ്പൂൺ കൊണ്ട് നമുക്ക് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയുടെ അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എന്നുണ്ടെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് 2 പേർക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 4 ഗ്ലാസ് വെള്ളം എടുക്കുക, ഒരു 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്കിന്ന് ഇനി ഓഫ് ചെയ്ത് വെക്കാം. വേറെ അടുപ്പിലോട്ട് അടച്ചു വെക്കണേ. അപ്പോൾ ഈ ചൂട്ടിലിരുന്നിട്ട് നമുക്ക് കുക്കായിക്കോളും. വേറെ നമ്മൾ തണുത്ത അടുപ്പിലോട്ട് മാറ്റി വയ്ക്കുക. ഇതാ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നന്നായി ഓട്സൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ആ കഞ്ഞിയുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം കുറവ് മതി എന്നുണ്ടെങ്കിൽ വെള്ളം അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. അതേസമയം വെള്ളം കൂടുതൽ വേണമെങ്കിൽ ഇതിനെയും കൂടുതൽ ചേർക്കാം. പക്ഷേ എപ്പോഴും കഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവാണ് കൂടുതൽ വേണ്ടത്. അല്ലാതെ ഒരുമാതിരി കട്ട പിടിച്ച പോലെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലിരിക്കുകയാണ്, എനർജി കൺസപ്ഷൻ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ മാക്സിമം വെള്ളമുള്ള ഐറ്റംസ് കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കഞ്ഞി നന്നായി കുക്കായിട്ടുണ്ട്. ഓട്സ് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് കുക്കാവുന്നതാണ് നമ്മുടെ ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ മതി. ഉപ്പ് കഴിക്കാത്തവരുണ്ടാവാം, അപ്പോൾ ഉപ്പ് കഴിക്കാത്തവർ ഉപ്പ് ചേർക്കണ്ട. പിന്നെ ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടേബിളിൽ വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഞ്ഞിയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരുമിച്ച് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഇത് മതിയെന്നുണ്ടെങ്കിൽ ഇതോടുകൂടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, ഒന്നില്ലെങ്കിൽ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം, ചിരകിയ തേങ്ങ. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തികച്ചും ഓപ്ഷനിലാണ്. അപ്പോൾ തേങ്ങാപ്പാലാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊള്ളുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് കഞ്ഞി. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ സാധാരണ കഞ്ഞിയുടെ കൂടെ കഴിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടിങ്ങായിട്ട് കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള
നമ്മൾ ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ജാൻചേട്ട അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു? ക്യാരറ്റും ബീൻസും പൊരിയലാണ്. പൊരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? തോരൻ. അതുപോലെ തന്നെ ഞാൻ പിന്നെ ഇവിടെ അപ്പോൾ മാമ്പഴ പുളിശ്ശേരിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പഴം പുളിശ്ശേരിയാണ് ഇന്നത്തെ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. ഇപ്പോൾ കഞ്ഞിയുള്ള കാരണം കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് കഞ്ഞി എല്ലാവരും തയ്യാറാക്കി നോക്കുക, നമ്മുടെ പാരൻസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. അപ്പോൾ നമ്മുടെ ചേട്ടൻ കഞ്ഞി കുടിക്കുകയാണ്. രാവിലെ വീഡിയോയ്ക്ക് വേണ്ടി അല്ലാതെ കഴിച്ചപ്പോൾ പച്ചക്കറി ഇട്ട കഞ്ഞി. അത് അവരുടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എപ്പോഴും കഞ്ഞി ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടമാവില്ലല്ലോ. അത് ഡിഫറെൻറ്റ് കഞ്ഞി. ഇതാണ് ജാൻ ചേട്ടൻ്റെ അച്ഛൻ കഴിക്കുന്ന, ഡെയിലി കഴിക്കുന്ന ഓട്സ് കഞ്ഞി. പക്ഷെ അവർ നാളെ ഇടാറില്ല. അച്ഛൻ നാളെ ഇടാറില്ല. ഇന്നലെ പറഞ്ഞ കഞ്ഞി പക്ഷെ എളുപ്പമല്ലേ, പൊടിയരി കഞ്ഞി ഉണ്ടാക്കുന്ന പണിയില്ല. ഇത് ഓയിൽ ഫ്രീ തോരൻ. മറ്റേത് ഇത് നമ്മൾ സാധാരണ മാമ്പഴ പുളിശ്ശേരിക്ക് പകരമായിട്ട് പഴം പുളിശ്ശേരി. അതിൽ ഓയിലുണ്ട്. ആ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ചെറിയൊരു മധുരവും പുളിയുള്ളൊരു, അത് ശരിക്കും ഞാൻ ചോറിന് വേണ്ടി ഉണ്ടാക്കിയ കറിയാണ്. എനിക്ക് പക്ഷെ കഞ്ഞിക്ക് ഇഷ്ടം. ഞാൻ മാമ്പഴ പുളിശ്ശേരി കഞ്ഞിയിൽ ഒഴിച്ച് കഴിക്കാറുണ്ട്. മാമ്പഴം ഇല്ലാത്ത കാരണം, അമ്മയ്ക്ക് വരാൻ പറ്റാത്ത കാരണം മാമ്പഴം കിട്ടിയില്ല ഇപ്രാവശ്യം. അതന്നെ അത് വേണമെങ്കിൽ മതി, ഞാൻ കഴിച്ചതല്ലേ. ഇപ്പൊ കഞ്ഞി ഞങ്ങൾ കുടിക്കട്ടെ. ഇതിപ്പോ ചേട്ടന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ എപ്പോൾ വേണമെങ്കിലും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ കഞ്ഞി. അല്ലാണ്ട് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്ത് 2 ടേബിൾ സ്പൂണോ 2.5 ടേബിൾ സ്പൂൺ ഇടുക, കഞ്ഞി ഉണ്ടാക്കിയ കുടിക്കുക. ഇത്ര എളുപ്പമുള്ള കഞ്ഞി. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക ചേട്ടാ. അപ്പൊ താങ്ക് യു. 4 മണിക്കും കഞ്ഞി മതിയോ? കഞ്ഞി കുടിക്കാല്ലോ, എപ്പോഴാണ് കഞ്ഞി കുടിക്കാൻ. അപ്പൊ അതിന് വേണ്ടി അരി ഒന്ന് അന്വേഷിച്ച് നടക്കണ്ടല്ലോ. പിന്നെ ഓട്സ് മിക്കവാറും ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ലേ. പിന്നെ മാത്രമല്ല ഓട്സിന്റെ റെസിപ്പീസ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓട്സിന്റെ ദോശ ഉണ്ടാക്കണം, ഓട്സിന്റെ ഇഡലി ഉണ്ടാക്കണം, അങ്ങനെ കുറെ റെസിപ്പീസ് ബാക്കി ഇരിപ്പുണ്ട്. പിന്നെ കഞ്ഞി ഇപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം അല്ലേ, ഈ ഒരു സീസണിനെ പറ്റിയ സംഭവം. വീട്ടിലിരിക്കുമ്പോ അതെ. അപ്പൊ കഴിച്ചോട്ടോ. ബൈ ബൈ.